അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മിസ്റിൻ്റെ രാജാത്തി സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹായുടെ ജീവിത ചരിത്രമാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാചക വര്യരായ യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഈജിപ്തിലെ മന്ത്രിയായിരുന്ന അസീസിൻ്റെ പത്നിയായിട്ടാണ് സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹായെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നിർണായക പരീക്ഷണം ഏൽക്കേണ്ടി വരാൻ കാരണക്കാരിയാണ് സുലൈഖാ ബീവി. ഇരുവരുടെയും ചരിത്രം വിവരിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ തിരഞ്ഞെടുത്തു. സാധാരണഗതിയിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പല സൂറത്തുകളിൽ പലയിടങ്ങളിൽ പറയുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി. എന്നാൽ സൂറത്ത് യൂസഫിലൂടെ മഹാനവറുകളുടെ ചരിത്രം മാത്രമാണ് അല്ലാഹു തആല വിവരിക്കുന്നത്. തൻ്റെ സഹോദരന്മാരുടെ അസൂയാ മനോഭാവമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിച്ചത്. സഹോദരങ്ങൾ കിണറ്റിലേക്കെറിഞ്ഞ യൂസുഫ് നബിയെ ഒരു യാത്രാസംഘം കരക്കെത്തിക്കുകയായിരുന്നു. മദിയനിൽ നിന്നും ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു ആ യാത്രാസംഘം. യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്കുള്ള വഴി അതല്ലായിരുന്നെങ്കിലും അവർ വഴിതെറ്റി അതുവഴി വന്നതായിരുന്നു. യാത്രാസംഘത്തിന് കലശിയായ ദാഹം അനുഭവപ്പെട്ടപ്പോൾ അവരിലൊരാൾ കിണറ്റിനരികിലെത്തുകയും ബക്കറ്റ് കിണറ്റിലേക്ക് എറിയുകയും ചെയ്തു. ബക്കറ്റ് കണ്ട യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ പിടിച്ച് അത് ശ്രദ്ധയിൽപ്പെട്ട യാത്രാസംഘം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് കയറ്റി. അതിസുന്ദരനായ യൂസുഫ് നബിയെ ഈജിപ്തിൽ ചെന്ന് അടിമയായി വിൽക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഈജിപ്തിൽ ചെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ തുച്ഛമായ വിലക്കാണ് വിറ്റത്. യൂസുഫ് നബിയെ യാത്രാസംഘത്തിൽ നിന്നും വാങ്ങിയത് അന്നത്തെ ഈജിപ്തിലെ രാജാവായിരുന്ന റയ്യാൻ രാജാവിൻ്റെ മന്ത്രി കിത്തുഫീർ എന്ന വ്യക്തിയായിരുന്നു. ഈജിപ്തിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവർ അസീസ് എന്ന സ്ഥാനപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങിയ അദ്ദേഹത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് അത്ഭുതകരമായ മഹത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിച്ചു. ആയതിനാൽ തന്നെ അടിമയോടെന്ന പോലെ യൂസുഫിനോട് പെരുമാറരുതെന്നും മാന്യമായ രീതിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തണമെന്നും തൻ്റെ ഭാര്യ സുലൈഖാ ബീവിയോട് മന്ത്രി പറഞ്ഞു. ഈ സന്ദർഭം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിലെ 21-ാം അധ്യായത്തിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹായെ പരാമർശിക്കുന്ന ഖുർആനിലെ ആദ്യ സൂക്തം കൂടിയാണ് ഇത്. അതുപ്രകാരം തന്നെ യൂസുഫ് നബിയെ അവർ അവരുടെ വസതിയിൽ മാന്യമായ രീതിയിൽ പരിപാലിച്ചു വളർത്തുകയാണ്. പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സ്നേഹവാത്സല്യത്തിൽ 12 വർഷം വളർന്ന യൂസുഫ് നബി പിന്നീട് അടിമച്ചന്തയെല്ലാം തരണം ചെയ്ത് 17-ാമത്തെ വയസ്സിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ മുഴുവൻ ഭാഗവും ചിലവഴിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അതീവ സൗന്ദര്യവും ശരീരഘടനയുമെല്ലാം കണ്ട് അസീസിൻ്റെ ഭാര്യ സുലൈഖാ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൽ അതീവ തൽപരയായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹായിലൂടെ ഒരു പരീക്ഷണത്തിന് വിധേയനാവുവാൻ പോവുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെ ഇംഗിതം യൂസുഫ് നബി അലൈഹിസ്സലാമിൽ സാധ്യമാക്കണമെന്ന അടങ്ങാത്ത താൽപ്പര്യം സുലൈഖാ ബീവിയിൽ ഉണ്ടായിരുന്നു. യൂസുഫ് നബിയുടെ ഹൃദയശുദ്ധിയും ചാരിത്രശുദ്ധിയും ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു സുലൈഖാ ബീവി. അതിനാൽ തന്നെ വളരെ പെട്ടെന്നൊന്നും തൻ്റെ താൽപ്പര്യത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം വഴങ്ങില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു വികാര പ്രകടനത്തിലൂടെയോ ശരീരചേഷ്ടികളിലൂടെയോ തൻ്റെ താൽപ്പര്യം യൂസുഫിനെ അറിയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുലൈഖാ ബീവി കുതന്ത്രം മെനയാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് അനുയോജ്യമായ സന്ദർഭം സുലൈഖാ ബീവിക്ക് ലഭിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് സുലൈഖാ ബീവി എല്ലാ ആഡംബരത്തോടെയും ചമഞ്ഞണിഞ്ഞ് കൂടുതൽ സൗന്ദര്യവതിയായി വീട്ടിലെ 7 വാതിലുകളും ഭദ്രമായി അടച്ച് യൂസുഫ് നബിയെ തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് ക്ഷണിച്ചു. ഈ ക്ഷണത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം ഹൈത്തലക്ക, ഇവിടെ വാ എന്നായിരുന്നു. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് യൂസഫിലെ 23-ാം വചനത്തിലൂടെ. യൂസുഫ് നബി താമസിച്ചിരുന്ന ഗൃഹത്തിൻ്റെ നായിക അദ്ദേഹത്തിൽ കുതന്ത്രം പ്രയോഗിച്ചു വശീകരിച്ചാൻ ശ്രമിച്ചു. അവൾ വാതിലുകളെല്ലാം അടച്ച് പൂട്ടിയിട്ടു. ഇങ്ങു വാ എന്ന് കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൽ ശരണം, അവൻ എൻ്റെ യജമാനനാണ്,
വളരെ നല്ല നിലയിലാണ് അവൻ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത്. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇരുവരുടെയും സ്ഥാനമാണ്. സുലൈഖ ബീവി ആഡംബരവും സൗന്ദര്യവും ഒത്തുചേർന്ന സ്ത്രീ, അതിലുപരി മന്ത്രിയുടെ പത്നി. എന്നാൽ യൂസഫ് നബിയാകട്ടെ അടിമച്ചന്തയിൽ നിന്നും തൻ്റെ ഭർത്താവ് വാങ്ങിയ ഒരു അടിമ ആയതിനാൽ തന്നെ അത്തരത്തിൽ കുലീനയായ ഒരു സ്ത്രീ തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് മുതിരുമ്പോൾ സന്ദർഭം എല്ലാ തരത്തിലും അനുയോജ്യമായിരിക്കണമല്ലോ. വീടിൻ്റെ 7 വാതിലുകളുമടച്ച് അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ടുതന്നെ പുറത്ത് ഒരു വ്യക്തി പോലും അറിയാൻ സാധ്യതയുമില്ല. അതിലുപരി മന്ത്രിപത്നിയായതിനാലും യൂസഫ് തൻ്റെ ഭൃത്യനായതിനാലും ആരും സംശയിക്കാനും ഇടയില്ല. എന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ വീടിൻ്റെ ഉടമസ്ഥനും നിങ്ങളുടെ ഭർത്താവുമായ എൻ്റെ യജമാനനിൽ ഞാൻ പൂർണ്ണ വിശ്വസ്തനാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർക്കാനോ അക്രമികളിൽ പെടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു. സൗന്ദര്യവും ആഡംബരവും പ്രതാപവുമുള്ള ഒരു യുവതി തൻ്റെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി സുന്ദരനായ യുവാവിനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും രക്തവും മജ്ജയുമുള്ള ഒരാളിൽ വികാരം ഇളകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതല്ലെങ്കിൽ അയാൾ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു ചായ്വ് യൂസുഫ് നബി അലൈഹിസ്സലാമിലും ഉണ്ടായി. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസ ദൗർബല്യത്തെയല്ല മറിച്ച് പൂർണ്ണ അനുകൂല സാഹചര്യത്തിലും തൻ്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയിൽ നിന്നും പിന്മാറിയതിനാൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയാണ് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സൂറത്ത് യൂസഫിലെ 24-ാം വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ ഈ സന്ദർഭം വിവരിക്കുന്നുണ്ട്. സത്യമായും അവർ അദ്ദേഹത്തെ സംബന്ധിച്ചു കരുതി, തൻ്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു. അപ്രകാരം നാം ചെയ്ത തിന്മയെയും നീചപ്രവൃത്തിയെയും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു കളയാനാണ്. നിശ്ചയമായും അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ടദാസന്മാരിൽപ്പെട്ട വ്യക്തിയാവുന്നു. തൻ്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീവി ആഗ്രഹ പൂർത്തീകരണത്തിന് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം തേടി. യൂസുഫ് നബിയുടെ വാക്കുകൾ തന്നെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിലെ 53-ാം വചനത്തിൽ കാണാം, കുറ്റങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. നിശ്ചയം മനുഷ്യ മനസ്സ് തിന്മകളിലേക്ക് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ്. അപ്രകാരം യൂസുഫ് നബിയുടെ മനസ്സ് തിന്മകളിലേക്ക് ചായാതിരിക്കുവാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അഥവാ കുറ്റം ചെയ്യാതിരിക്കുവാനുള്ള ബോധം മനസ്സിലുണ്ടാക്കി. ബുർഹാൻ എന്നാണ് ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ബുർഹാൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശക്തമാവുകയും തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സ് തെറ്റിലേക്ക് ചായുമോ എന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണുണ്ടായത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഇടനെഞ്ചിലേക്ക് ശക്തമായി പ്രഹരിക്കുകയും അതിനാൽ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയിൽ നിന്ന് തെന്നിമാറുകയും ചെയ്തു. തൻ്റെ ഇംഗിതത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം വഴങ്ങാത്ത പക്ഷം അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ സുലൈഖ ബീവി ശ്രമിച്ചു. തത്സമയം സുലൈഖയെ തള്ളിമാറ്റിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ സുലൈഖ ബീവിയും ഓടുകയാണ്. വാതിലിനടുത്തെത്താറായപ്പോൾ പുറത്തേക്ക് ഓടാതിരിക്കുവാൻ വേണ്ടി സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജുബ്ബയുടെ പിൻഭാഗം പിടിച്ചു വലിച്ചു. തൽഫലമായി ജുബ്ബ കീറുകയും ചെയ്തു. ഇരുവരും ചെന്നുപെട്ടതോ യജമാനനായ അസീസ് രാജാവിൻ്റെ മുന്നിലായിരുന്നു. ഭർത്താവിനെ കണ്ട സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൽ കുറ്റം ചുമത്തി. അങ്ങയുടെ ഭാര്യ യൂസുഫ് അവഹേളിക്കുവാൻ ശ്രമിച്ചുവെന്നും ബലാത്കാരത്തിന് ക്ഷണിച്ചപ്പോൾ താൻ ഓടിയതാണെന്നും സുലൈഖ ബീവി പറഞ്ഞു. ഇത് കേട്ട യൂസുഫ് നബി അലൈഹിസ്സലാം താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നും യജമാനത്തിയാണ് തന്നെ വശീകരിക്കാൻ ശ്രമിച്ചതെന്നും പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേരും പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ സുലൈഖ ബീവിയുടെ ബന്ധു പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, യൂസുഫിൻ്റെ ജുബ്ബയുടെ മുൻവശമാണ് കീറിയതെങ്കിൽ ഇവർ ബലാത്കാരം ചെയ്യുകയും കുറ്റക്കാരനുമാണ്. പിൻവശമാണ് കീറിയതെങ്കിൽ ഇവൾ യൂസുഫിനെ ബലാത്കാരം ചെയ്യുകയും ഇവൾ കുറ്റക്കാരിയുമാണ്. യജമാനൻ നോക്കിയപ്പോൾ യൂസുഫ് നബിയുടെ കമീസിൻ്റെ പിൻവശം കീറിയതായാണ് കണ്ടെത്തിയത്. ഇത് കണ്ട യജമാനൻ ഇത് സ്ത്രീകളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണെന്നും പറഞ്ഞ് സംഭവം മറക്കാൻ യൂസുഫ് നബിയോടും തെറ്റിൽ പശ്ചാത്തപിക്കാൻ സുലൈഖ ബീവിയോടും പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചു. എന്നാൽ മന്ത്രിവസതിയിൽ നടന്ന സംഭവമെല്ലാം പട്ടണത്തിൽ പാട്ടാവുകയും എല്ലാ സ്ത്രീകളുടെ ചെവിയിലുമെത്തുകയും ചെയ്തു. മന്ത്രിയുടെ ഭാര്യ യുവാവിനെ കാമിച്ചുവത്രേ, അതും ഭൃത്യനെ. മോശമായി പോയി. ഇപ്രകാരം പറഞ്ഞ് അവർ സംഭവം പ്രചരിപ്പിച്ചു.
ഇതറിഞ്ഞ സുലേഖാ ബീവി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തീർത്തും ആഡംബരപൂർണമായ രീതിയിൽ അവരെ സൽക്കരിക്കുകയാണ്. എല്ലാവർക്കും പഴങ്ങളും അത് മുറിക്കാനുള്ള കത്തിയും നൽകുകയാണ്. അവർ പഴങ്ങൾ മുറിക്കാൻ തുടങ്ങിയ സമയം സുലേഖാ ബീവി യൂസഫ് നബിയോട് അവർക്കിടയിലൂടെ കടന്നു പോവാൻ പറഞ്ഞു. സുലേഖാ ബീവിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് യൂസഫ് നബി അലൈഹിസ്സലാം അവർക്കിടയിലൂടെ കടന്നുപോയി. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ അപാരമായ സൗന്ദര്യം കണ്ട് അവർ പരസ്പരം മറന്നുപോയി. പഴങ്ങൾ മുറിക്കുന്നതോടൊപ്പം തങ്ങളുടെ കൈവിരലുകളും അവർ മുറിച്ചു കളഞ്ഞു. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ച അവർ വേദനയറിഞ്ഞില്ല. അവർ തങ്ങളിലേക്ക് യൂസഫ് നബിയുടെ ശ്രദ്ധ തിരിക്കാൻ ആവും വിധമെല്ലാം ശ്രമിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന സുലേഖാ ബീവി അവരോട് പറഞ്ഞു, ഞാൻ കാമിച്ചുവെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ യുവാവാണിത്. ഇപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തെല്ലാം ചെയ്തു? സ്വബോധം നഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവിരലുകൾ പോലും മുറിച്ചു. ഇവനെ ഞാൻ കാമിച്ചു എന്നത് സത്യം തന്നെ. എന്നാൽ ഇവൻ അതിനു വഴങ്ങിയില്ല. നിശ്ചയം ഞാൻ കൽപ്പിച്ചത് ഇവൻ ചെയ്തില്ലെങ്കിൽ നിന്ദ്യനായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. തൻ്റെ ഭാര്യയുടെ കഥകൾ പട്ടണത്തിലാകെ പരന്നതിനാൽ മന്ത്രി അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനും കുറേ കാലത്തേക്ക് സംഭവം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാനും വേണ്ടി യൂസഫ് നബിയെ കുറ്റക്കാരനാക്കി ജയിലിലടയ്ക്കുകയാണ്. നിരപരാധിയാണെന്ന് സർവരാലും തെളിഞ്ഞിട്ടും മന്ത്രിയുടെ ബന്ധുക്കൾ യൂസഫ് നബി അലൈഹിസ്സലാമിനുള്ള ശിക്ഷ ശരിവെക്കുകയായിരുന്നു. എന്നാൽ യൂസഫ് നബി അലൈഹിസ്സലാമിന് ഇതിൽ യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല. ഒരു നിലയ്ക്ക് യൂസഫ് നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചതും ഇത് തന്നെയായിരുന്നു. സുലൈഖാ ബീബി തൻ്റെ ഇംഗിതം സാധ്യമാക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ തന്നെ യൂസഫ് നബി അലൈഹിസ്സലാം കാരാഗൃഹവാസം ആഗ്രഹിച്ചിരുന്നു. കാരണം അവർ ക്ഷണിക്കുന്ന സുഖസമ്പൂർണമായ മണിയറയേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ജയിലായിരുന്നു. എൻ്റെ നാഥ, അവർ എന്നെ എന്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ ജയിലാണ് എനിക്ക് പ്രിയങ്കരം. അവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തിരിച്ചുവിടാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ആകൃഷ്ടനാവുകയും വിവരമില്ലാത്തവരിൽ പെട്ടുപോവുകയും ചെയ്യും. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം വിശ്വസ്തതയും സദാചാരവും പുലർത്തിയതിന് അന്യായമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. ജയിൽവാസത്തിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം 2 ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അതിലൊരാൾ കുറ്റവിമുക്തനായി രാജാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതറിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് തൻ്റെ നിരപരാധിത്വത്തെയും താൻ അനുഭവിച്ച ദാരുണതയെയും കുറിച്ച് രാജാവിനോട് പറയാൻ പറഞ്ഞു. എന്നാൽ കൊട്ടാരത്തിലെത്തിയ കൂട്ടുകാരൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് രാജാവിനോട് പറയാൻ മറന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയും അതിൻ്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് തൻ്റെ സ്വപ്നത്തിന് ജയിലിൽ നിന്നും വിശദീകരണം നൽകിയ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ വ്യക്തിക്ക് ഓർമ്മ വരികയും രാജാവിനോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രാജാവ് അദ്ദേഹത്തോട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ച് തൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം തേടാൻ ആവശ്യപ്പെട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വ്യാഖ്യാനം കേട്ട രാജാവ് അതീവ സന്തുഷ്ടനാവുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വിളിച്ച് സമ്മാനങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. എന്നാൽ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിൽ ചെല്ലാൻ യൂസുഫ് നബി അലൈഹിസ്സലാം തിടുക്കം കാണിച്ചില്ല. കാരണം നിരപരാധിയായി അഭിമാനം നഷ്ടപ്പെട്ടവനായിട്ടാണ് താൻ ജയിലിലായത്. അതിനാൽ തന്നെ തൻ്റെ അഭിമാനം വീണ്ടെടുക്കുന്നതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. സൽക്കാരത്തിനിടയിൽ തന്നെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ഉള്ളിലിരിപ്പ് അറിയണമെന്നും തന്നെ വഞ്ചിച്ച മന്ത്രിയുടെ പത്നി ജനങ്ങളെ കബളിക്കുകയാണെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിൽ ഉറപ്പിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആവശ്യമറിഞ്ഞ രാജാവ് ആ സ്ത്രീകളെ വിളിച്ച് വിചാരണ ചെയ്തു. സൽക്കാരത്തിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ തങ്ങൾ കാണിച്ച ചേഷ്ടികളിൽ അദ്ദേഹം വഴങ്ങിയോ എന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും രാജാവ് ആ സ്ത്രീകളോട് ചോദിച്ചു. തങ്ങളുടെ അനുനയ ശ്രമങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം വഴങ്ങിയില്ല എന്നു മാത്രമല്ല, അദ്ദേഹം മാന്യനും ശുദ്ധനുമാണെന്നും അവർ പറഞ്ഞു. യൂസുഫിൻ്റെ സൗന്ദര്യം കണ്ട് താനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് മുൻപ് കൂട്ടുകാരികൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച സുലൈഖാ ബീവിക്ക് തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല. അവർ രാജാവിൻ്റെ മുന്നിൽ താനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം മാന്യനും ശുദ്ധനുമായതിനാൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അദ്ദേഹം വഴങ്ങിയില്ലെന്നും സുലൈഖാ ബീവി തുറന്ന് സമ്മതിച്ചു. എന്നാൽ മാന്യനും ശുദ്ധപ്രകൃതനുമായ ഒരു യുവാവിനെ കുറിച്ച് തെറ്റായ ആരോപണം ഉന്നയിച്ച് ജയിലിലടയ്ക്കാൻ താൻ കാരണക്കാരിയായതിൽ സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹ മാനസാന്തരപ്പെടുകയും അവർ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. അവർ ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 51-ാം വചനത്തിൽ കാണാം, ഇപ്പോഴാണ് സത്യം വെളിപ്പെട്ടത്, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹം സത്യവാന്മാരിൽപ്പെട്ടവനാണ്. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. കാലം മാറി കോലം മാറി. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൻ്റെ രാജാവായി മാറി.
മിസ്രിലെ അസീസായി സ്ഥാനമേറ്റ യൂസഫ് നബി അലൈഹിസ്സലാം തൻ്റെ നാട്ടിലെ പ്രജകളുടെ ക്ഷേമങ്ങൾ അറിയുവാൻ നാട്ടിലൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം ഇലാഹി എന്ന് വിലപിക്കുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. നിങ്ങൾ ആരാണ്? യൂസഫ് നബി അലൈഹിസ്സലാം ആ വൃദ്ധയോട് ചോദിച്ചു. അല്ലയോ യൂസുഫേ, അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അങ്ങയെ പ്രണയിച്ചിരുന്ന സുലൈഹ ബീവിയാണ്. നിങ്ങൾക്കിത് എന്തുപറ്റി സുലൈഹ? യൂസഫ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു. യൂസുഫേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ധനം മുഴുവനും നശിച്ചു പോയിരിക്കുന്നു, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആരാർക്കും വേണ്ടാത്ത ഒരു അഗതിയായി എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ നബിയുടെ കാൽക്കൽ ഇരുന്നു. ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് യൂസഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ലയോ യൂസഫ്, സുലൈഖയെ വിവാഹം കഴിക്കുവാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ഇത് കേട്ട യൂസഫ് നബി അലൈഹിസ്സലാം ഞെട്ടുകയാണ്. ഈ വൃദ്ധയെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ? ഇതെന്ത് പരീക്ഷണമാണ്? എല്ലാം അള്ളാഹുവിൻ്റെ ഖലാ ആണെന്ന് അറിയാമായിരുന്ന യൂസഫ് നബി അലൈഹിസ്സലാം സുലൈഖയിൽ അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കുവാൻ ദുആ ചെയ്തു. ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുകയും സുലൈഖ ബീവിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു നൽകുകയും ചെയ്തു. ഇതിനിടയിൽ ബീവി ഏകനായ ഇലാഹിൽ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ പരിഗ്രഹിച്ചു. നബി അവരെ വിവാഹം കഴിക്കുമ്പോഴും അവർ കന്യകയായിരുന്നുവെന്ന് കിസ്സകളിൽ പറയുന്നുണ്ട്. സുലൈഖ ബീവി സൗന്ദര്യത്തിലും സൗശീലാദ്യ ഗുണങ്ങളിലും അതീതയായിരുന്നുവെന്നതിൽ സംശയമില്ല. അവർ നബിയെ ശുശ്രൂഷിച്ചുകൊണ്ടും ഇബാദത്തിൽ മുഴുകിക്കൊണ്ടും ഒരു യഥാർത്ഥ ഭാര്യയായി തുടർന്നുള്ള ജീവിതം നയിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. രാജ്യകാര്യങ്ങളിൽ നിന്നും സമയം കിട്ടിയിരുന്നപ്പോൾ സുലൈഖ ബീവിയുമായി നബി സമയം പങ്കുവെക്കുകയും ആധ്യാത്മിക കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു തആല ചരിത്രം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും ചരിത്രത്തിൽ എന്തെങ്കിലും പിഴകു പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.